എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. ജ്യോതിഷത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഗ്രഹമാറ്റത്തിൻ്റെ സമയമാണ് വരാൻ പോകുന്നത്. 2026 ജൂൺ മാസം 2-ാം തീയതി ദേവഗുരുവായ വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും അതിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറുകയാണ്. ഗ്രഹങ്ങളുടെ രാജകുമാരനായ വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം ഓരോ രാശിക്കാരെയും വ്യത്യസ്ത രീതിയിലായിരിക്കും ബാധിക്കുക. ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത് കുംഭക്കൂറുകാരെ കുറിച്ചാണ്. അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പകുതി, ചതയൻ നക്ഷത്രം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നിവ ചേരുന്ന കുംഭക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം എന്ത് മാറ്റമാണ് ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്? അടുത്ത ഒരു വർഷക്കാലം നിങ്ങളുടെ കരിയർ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബജീവിതം എന്നിവയൊക്കെ എങ്ങനെയായിരിക്കും? പോസിറ്റീവായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? അതുപോലെ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാം വിശദമായി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. വീഡിയോയുടെ അവസാനം വ്യാഴപ്രീതിക്ക് ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റിയും പറയുന്നുണ്ട്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നിലവിൽ വ്യാഴം 5-ാം ഭാവത്തിലായിരുന്നു. 5-ാം ഭാവത്തിലെ വ്യാഴം പൊതുവെ അനുകൂല ഫലങ്ങളാണ് നൽകിയിരുന്നത്. എന്നാൽ 2026 ജൂൺ 2 മുതൽ വ്യാഴം നിങ്ങളുടെ 6-ാം ഭാവത്തിലേക്കാണ് രാശി മാറുന്നത്. കർക്കിടകൻ രാശി വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ്. വ്യാഴത്തിന് ഏറ്റവും ബലമുള്ള ക്ഷേത്രമാണ് കർക്കിടകൻ രാശി. 6-ാം ഭാവം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ രോഗം, കടം, ശത്രുക്കൾ, അതുപോലെ മത്സരങ്ങൾ, ജോലി എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവം കൂടിയാണ്. പൊതുവെ 6-ാം ഭാവത്തിലെ വ്യാഴം അത്ര ശുഭകരമായിരിക്കില്ല എന്ന് പറയാറുണ്ടെങ്കിലും ഇവിടെ വ്യാഴം വരുന്നത് തൻ്റെ ഉച്ചസ്ഥാനത്തേക്കാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 6-ാം ഭാവത്തിന് പറയുന്ന അത്ര ദോഷങ്ങൾ കുംഭക്കൂറുകാർക്ക് ഇവിടെ അനുഭവപ്പെടാൻ സാധ്യതയില്ല. എങ്കിലും ചില കാര്യങ്ങളിലൊക്കെ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വ്യാഴം ഉച്ചാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് ദോഷം ചെയ്യാനുള്ള ശേഷി പൊതുവെ കുറവായിരിക്കും. അതിനാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ല. 6-ാം ഭാവം രോഗം, കടം, ശത്രുക്കൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. വ്യാഴം ഇവിടെ വരുമ്പോൾ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വളരെയധികം ശ്രദ്ധ വേണം. വരുമാനമൊക്കെ ഉണ്ടെങ്കിലും അനാവശ്യ ചിലവുകളൊക്കെ വരാം. വ്യാഴം കൊഴുപ്പിൻ്റെ കാരകനാണ്. അതുപോലെ വയറ്, കരൾ എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ്. 6-ാം ഭാവത്തിലെ വ്യാഴം പ്രമേഹം, കൊളസ്ട്രോൾ, അതുപോലെ വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ എന്നിവയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ ഭക്ഷണക്രമത്തിലൊക്കെ കുംഭക്കൂറുകാർ അല്പം നിയന്ത്രണമൊക്കെ വരുത്തേണ്ടതാണ്. അതുപോലെ മത്സരങ്ങളിലെ വിജയം, ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ഒക്കെ ശത്രുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സഹപ്രവർത്തകരിൽ നിന്നോ ഒക്കെ കടുത്ത മത്സരങ്ങളെയൊക്കെ നേരിടേണ്ടതായി വരാം. എന്നാൽ വ്യാഴത്തിന് ബലമുള്ളതുകൊണ്ട് അവസാനം നിങ്ങൾ തന്നെയായിരിക്കും വിജയിക്കുന്നത്. വ്യാഴം നിൽക്കുന്ന സ്ഥാനത്തേക്കാൾ പ്രാധാന്യം വ്യാഴം നോക്കുന്ന ഭാവങ്ങൾക്കാണ്. വ്യാഴത്തിന് 5, 7, 9 എന്നീ ദൃഷ്ടികളാണുള്ളത്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ 10-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും 2-ാം ഭാവത്തിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. കുംഭക്കൂറുകാർക്ക് ഈ കാലയളവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ് വ്യാഴത്തിൻ്റെ 5, 7, 9 ദൃഷ്ടി. വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടി ജ്യോതിഷത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടികളിൽ ഏറ്റവും ശുഭകരവും പുണ്യഫലങ്ങൾ നൽകുന്നതുമായ ദൃഷ്ടിയാണ് 5-ാം ഭാവ ദൃഷ്ടിയെ കണക്കാക്കുന്നത്. ഇതിനെ പൂർവ്വ പുണ്യദൃഷ്ടി എന്നും വിളിക്കാറുണ്ട്. ഈ രാശിമാറ്റത്തിൽ കുംഭക്കൂറുകാർക്ക് 6-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം 5-ാം ദൃഷ്ടി കൊണ്ട് നോക്കുന്നത് നിങ്ങളുടെ 10-ാം ഭാവത്തെയാണ്, അതായത് കർമ്മഭാവം. ഈ കർമ്മഭാവത്ത് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് മൂലം നിലവിൽ ജോലിയൊക്കെ ഇല്ലാതെ വിഷമിക്കുന്ന കുംഭക്കൂറുകാർക്ക് ഈ കാലയളവിൽ മികച്ച ഒരു ജോലിയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ ദീർഘനാളായി മുടങ്ങിക്കിടന്ന സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഒക്കെ തേടിയെത്തുന്ന ഒരു സമയമാണ്. ജോലിസ്ഥലത്തെ നിങ്ങളുടെ അധികാരവും പദവിയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ വലിയ പിന്തുണയും ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ സ്വന്തമായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്കും കച്ചവടക്കാർക്കും ഒക്കെ ഈ സമയം വളരെ അനുകൂലമാണ്. പുതിയ ഓർഡറുകളൊക്കെ ലഭിക്കാനും ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴിയൊക്കെ തെളിയുന്നതാണ്. മുൻപ് നഷ്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലാഭത്തിലേക്ക് ഉയരുന്ന ഒരു സമയം കൂടിയാണ്. കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ നിങ്ങൾക്ക് ജോലിഭാരമൊക്കെ കൂടുതലായിരിക്കും.
എന്നാൽ വ്യാഴത്തിൻ്റെ 5-ാം ദൃഷ്ടി 10-ൽ പതിക്കുന്നതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് കൃത്യമായ ഒരു പ്രതിഫലവും അംഗീകാരവും ഒക്കെ സമൂഹത്തിൽ നിന്നും അതുപോലെ തൊഴിൽ ദാതാക്കളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ അധ്വാനം ഒരിക്കലും പാഴായി പോകാൻ സാധ്യതയില്ല. സമൂഹത്തിൽ നിങ്ങളുടെ നിലയും വിലയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് ജനപിന്തുണയൊക്കെ വർദ്ധിക്കുന്ന സമയം കൂടിയാണ്. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടും. അതുപോലെ മറ്റുള്ളവരെയൊക്കെ നയിക്കാനുള്ള ഒരു അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതും ആണ്. വ്യാഴത്തിൻ്റെ 7-ാം ദൃഷ്ടി നിങ്ങളുടെ 12-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. 12-ാം ഭാവം പൊതുവെ ചിലവുകളെ, നഷ്ടങ്ങളെ, ആശുപത്രിവാസം, വിദേശയാത്രകളെ, മോക്ഷം എന്നിവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വ്യാഴം 12-ാം ഭാവത്തിലേക്ക് നോക്കുമ്പോൾ അനാവശ്യ ചിലവുകളൊക്കെ മാറി ശുഭ ചിലവുകളൊക്കെ വരുന്നതാണ്. നിങ്ങളുടെ പണം വെറുതെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെ മാറിക്കിട്ടും. അതെന്തെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലവാകുന്നത്. അതായത് ഒന്നുകിൽ വീട് നിർമ്മാണം, അല്ലെങ്കിൽ ഭൂമി വാങ്ങൽ, മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം, അല്ലെങ്കിൽ വിവാഹം, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കായുള്ള ആയിട്ടായിരിക്കും പണം ചിലവാകുന്നത്. ആ പണമൊക്കെ ചിലവാകുമെങ്കിലും അത് ഭാവിയിലേക്കുള്ള ഒരു നിക്ഷേപമായി മാറാനും സാധ്യതയുണ്ട്. 12-ാം ഭാവം വിദേശത്തെയും അതുപോലെ ദൂരെ യാത്രകളെയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുംഭക്കൂറുകാർക്ക്, പ്രത്യേകിച്ച് ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ ജോലിക്കോ ഒക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വിസ സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ വിദേശത്ത് ഇപ്പോൾ നിലവിൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ആ ജോലിയിലൊക്കെ മികച്ച മാറ്റങ്ങൾ ഉണ്ടാകാനൊക്കെ ഈ ദൃഷ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ ദൂരെ യാത്രകളിൽ നിന്ന് സാമ്പത്തിക ലാഭവും ഉണ്ടാകാം. അതുപോലെ കടബാധ്യതകളിൽ നിന്നും നിയമപ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ഒരു മോചനം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. 12-ാം ഭാവം മോക്ഷത്തിൻ്റെയും ആത്മീയതയുടെയും കൂടിയാണ്. മാനസികമായ സമ്മർദ്ദങ്ങളിൽ നിന്നും ഉറക്കം ഇല്ലായ്മയിൽ നിന്നുമൊക്കെ കുംഭക്കൂറുകാർക്ക് വലിയൊരു ആശ്വാസം ലഭിക്കുന്ന സമയമാണ്. ഈശ്വരവിശ്വാസമൊക്കെ വർദ്ധിക്കുകയും തീർത്ഥയാത്രകളൊക്കെ നടത്താൻ അവസരമൊക്കെ ലഭിക്കുകയും ചെയ്യുന്നതാണ്. കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ 9-ാം ഭാവദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്കാണ്. വ്യാഴത്തിൻ്റെ 9-ാം ദൃഷ്ടി എന്നത് ഏറ്റവും ശക്തവും പൂർണ്ണവുമായ അനുഗ്രഹമുള്ള ഒരു ദൃഷ്ടിയാണ്. കുംഭക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യവും രക്ഷാകവചവും ഈ 9-ാം ദൃഷ്ടിയാണ്. കാരണം മീനം രാശി വ്യാഴത്തിൻ്റെ സ്വന്തം വീടാണ്. കുംഭക്കൂറുകാർക്ക് ശനി 2-ാം ഭാവത്തിൽ മീനൻ രാശിയിൽ നിൽക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയുടെ മേൽ പതിക്കുന്നതോടുകൂടി ശനിയുടെ ദോഷവും കുറയുന്നതാണ്. അതുകൊണ്ട് ഈ ദൃഷ്ടിയുടെ ഫലം ഇരട്ടിയാണ്. 2-ാം ഭാവം എന്നത് ധനത്തിൻ്റെ സ്ഥാനമാണ്. 6-ാം ഭാവത്തിലെ വ്യാഴം കാരണം ചിലവുകളൊക്കെ വർദ്ധിക്കുമെങ്കിലും 9-ാം ദൃഷ്ടി 2-ാം ഭാവത്തിലൊക്കെ പതിക്കുന്നതിനാൽ നിങ്ങളുടെ വരുമാന സ്രോതസ്സുകൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകുകയില്ല. പല വഴികളിൽ നിന്നും പണം ഒക്കെ കയ്യിൽ വന്നു ചേരും. അതുപോലെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട്. മുൻപ് നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് ഒരു തകർച്ചയും ഉണ്ടാകാതെ ഈ ദൃഷ്ടി നിങ്ങളെ കാത്തുരക്ഷിക്കുന്നതാണ്. 2-ാം ഭാവം കുടുംബത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങൾക്കിടയിലൊക്കെ നിലനിന്നിരുന്ന വിയോജിപ്പുകളും തർക്കങ്ങളും ഒക്കെ മാറി ഒത്തൊരുമയും ഉണ്ടാകുന്നതാണ്. വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷമൊക്കെ നിലനിൽക്കുന്നതാണ്. മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനും പുതിയ അതിഥികളൊക്കെ കുടുംബത്തിലേക്ക് വരാനുമൊക്കെ ഈ ദൃഷ്ടി കാരണമാകുന്നതാണ്. 2-ാം ഭാവം എന്ന് പറയുന്നത് വാക്സ്ഥാനമാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ വലിയൊരു വിലയും ഉണ്ടാകുന്ന സമയമാണ്. മറ്റുള്ളവരെയൊക്കെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇത്രയൊക്കെയാണ് വ്യാഴം 6-ാം ഭാവത്തിൽ നിൽക്കുന്നതും വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ടുള്ള ഫലങ്ങൾ. വ്യാഴത്തിൻ്റെ എന്തെങ്കിലും ദോഷഫലങ്ങളുണ്ടെങ്കിൽ ആ ദോഷഫലങ്ങൾ മാറി പൂർണ്ണമായി ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി വ്യാഴത്തിൻ്റെ അധിപൻ മഹാവിഷ്ണുവാണ്. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ്. ഇത് തൊഴിൽ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ സഹായിക്കും. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുകയോ മഞ്ഞ നിറത്തിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ദാനം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് വ്യാഴപ്രീതിക്ക് വളരെയധികം നല്ലതാണ്. സാമ്പത്തിക തടസ്സങ്ങളൊക്കെ മാറാൻ വ്യാഴാഴ്ചകളിൽ അന്നദാനത്തിലോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നതിലോ ഒക്കെ പങ്കാളിയാകുക. അതുപോലെ കുംഭക്കൂറിൻ്റെ അധിപൻ ശനിയായതിനാൽ ശനിദോഷങ്ങൾ കൂടി അകറ്റാൻ ശിവക്ഷേത്ര ദർശനവും ശനിയാഴ്ചകളിൽ നീരാഞ്ജനം കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. ചുരുക്കം പറഞ്ഞാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2026 ജൂൺ 2-ന് സംഭവിക്കുന്ന ഈ വ്യാഴമാറ്റം അമിതമായി ഭയപ്പെടേണ്ട ഒന്നല്ല. വ്യാഴം 6-ാം ഭാവത്തിലാണെങ്കിലും
അതിൻ്റെ ഉച്ചക്ഷേത്രമാണെന്നത് വലിയൊരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് 10ാം ഭാവത്തിലെ വ്യാഴദൃഷ്ടി വഴി മികച്ച ഫലം ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി ചില വെല്ലുവിളികളൊക്കെ ഉണ്ടാകുമെങ്കിലും ധനഭാവത്തിലെ ദൃഷ്ടി നിങ്ങളുടെ പോക്കറ്റ് ശൂന്യമാകാൻ ഒരിക്കലും അനുവദിക്കുകയും ഇല്ല. ആരോഗ്യത്തിലും സാമ്പത്തിക ഇടപാടുകളിലും മാത്രം അല്പം ജാഗ്രത പുലർത്തുക. ഈശ്വരവിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഒക്കെ മുന്നോട്ട് പോയാൽ ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് പുതിയ ഉയരങ്ങളൊക്കെ കീഴടക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഒരു വ്യാഴമാറ്റം ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.